ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ആയിട്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ രാവിലെ ഞാൻ ഒരു ഭക്തിഗാനമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് രാവിലെ, അങ്ങനെ രാവിലെയും പിന്നെ വൈകിട്ട് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സമയത്തും ഒക്കെ ഇതുപോലെ ഭക്തിഗാനമൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു വൈബാണല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചോണ്ട് രാവിലെ തന്നെ ഇന്ന് ടൊമാറ്റോ റൈസാണ് ഇവർക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കുറച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേനുമായിരുന്നു ഓർത്തത്. അപ്പോൾ ചായയും വെച്ചായിരുന്നു. പിന്നെ ഇതുപോലെ ടൊമാറ്റോ എല്ലാം അരിഞ്ഞ് എല്ലാം ഒന്ന് ആക്കി കഴിഞ്ഞപ്പോഴത്തേനും ഓർത്തത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോ എല്ലാം ഒന്ന് അരിഞ്ഞ്, പിന്നെ എന്തോരെയാണോ നമ്മൾ റൈസ് എടുക്കുന്നത് അതനുസരിച്ച് വേണം കേട്ടോ തക്കാളി എടുക്കാൻ. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത്, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ച് വെക്കണേ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് എൻ്റെ ചായയും കൂടെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഗ്ലാസ്സിലോട്ട് മാറ്റിയത്, അല്ലാണ്ട് തീരെ തണുത്തു പോകും. എനിക്കും തണുത്ത ഇഷ്ടം, പക്ഷേ തീരെ തണുത്തല്ല, ചെറിയൊരു ചൂടോടെ ഇഷ്ടം. അപ്പം ഞാൻ കയ്യോടെ അതുകൂടെ ഗ്ലാസ്സിലേക്ക് അങ്ങ് മാറ്റി വെച്ചപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചായയും കുടിച്ചുകൊണ്ട് പണി ചെയ്യാമല്ലോ. അപ്പോൾ അതവിടെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ റൈസിനുള്ള അരി ഞാനൊരു കുറച്ച് നേരം ഒന്ന് അരമണിക്കൂർ വെക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ കുറച്ച് നേരം അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് പിന്നെ അതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് അധികമൊന്നുമില്ല, ആകെപ്പാടെ സവോളയും പിന്നെ ക്യാരറ്റും അതും അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ അത് ആദ്യക്കുട്ടനുള്ള സ്നാക്സ് ഒന്നാക്കി വെച്ചു. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ ഒരു കുക്കീസ് ഉണ്ടല്ലോ, അതും പിന്നെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി, പിള്ളേരൊക്കെ അങ്ങനത്തെയാണ് കൊണ്ടുവരുന്നത്, എനിക്ക് മാത്രമേ ഉള്ളൂ ദോശയും അങ്ങനത്തെ സാധനമൊക്കെ തന്നു വിടുന്നതെന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് ഇന്ന് അത് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. രാവിലെ വന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. എന്നൊന്നും ഇങ്ങനെ പറ്റില്ല, അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുടിച്ചു, ചായ കുടിച്ചു. പല്ല് തന്റെ പല്ല് അത് കുടിക്കാതെ ഞാൻ വരുവാ. അപ്പോൾ രാവിലെ തന്നെ ആദ്യക്കുട്ടി അതെല്ലാം അങ്ങ് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ, എന്നിട്ടൊരു സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇച്ചിരി മുട്ടയൊക്കെ ഒന്ന് ചിക്കി പൊരിച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യക്കുട്ടന് മുട്ടയുടെ ഒന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അപ്പം ഹസ്ബൻഡിന് അതും കൂടെ ചേർത്ത് കൊടുത്തു വിടാം. അതുകൂടെ മുട്ടയും കൂടെ ചേർക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. വേറെ നമുക്ക് നോണായിട്ടുള്ള ഒന്നും അല്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ മുട്ടച്ചോറെന്നും ഇതിന് പറയും കേട്ടോ. ഈ തക്കാളി ടൊമാറ്റോ റൈസ് എന്നും പറയും, അതുപോലെ എഗ് റൈസ് എന്നും പറയും തോന്നുന്നു കേട്ടോ. അപ്പം അതുകൂടെ ചേർത്ത് രണ്ടുപേർക്കും രണ്ടാക്കി എടുക്കാമെന്ന് ഓർത്ത് ആദ്യക്കുട്ടന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ആദ്യമേ തന്നെ ഒന്ന് കോരിയെടുക്കണം, അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ആദ്യമേ അങ്ങനെ ചെയ്തു. അപ്പോൾ കുറച്ച് മല്ലിയിലേക്ക് ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ. മല്ലിയിലേക്ക് കൂടി ഇടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ ഞാൻ ആദ്യം തന്നെ മുട്ട ചേർക്കുന്നതിന് മുന്നിലൊന്ന് പാത്രത്തിലോട്ട് കുറച്ചങ്ങ് മാറ്റി വെച്ചേ. ഇനിയിപ്പം രണ്ടാമത് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെ രണ്ടാക്കി അങ്ങ് എടുത്തു കേട്ടോ. എന്നൊക്കെ കഷ്ടപ്പാടല്ലേ, രാവിലെ രണ്ടുപേർക്കും ഒരുപോലെ ആയിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇത് കുഴപ്പമില്ല, ചെറിയൊരു എളുപ്പപ്പണിയൊക്കെ തന്നെ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആദ്യക്കുട്ടന് കഴിക്കാനൊക്കെ കൊടുക്കണം. പിന്നെ അവനെ യൂണിഫോമൊക്കെ ഇടിച്ചൊന്ന് സെറ്റാക്കി കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നേരെ പോകാനായിട്ടുള്ളതെല്ലാം ഞാൻ ബാഗിനകത്തോട്ടെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ച്, അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്കുട്ടിന് രാവിലെ കഴിക്കാൻ മുട്ട, രണ്ടുപേർക്കറിയാം മുട്ടയായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. മുട്ട പുഴുങ്ങി കൊടുക്കും. അപ്പോൾ ഇവനാണെങ്കിൽ വെയിറ്റും കുറവാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ മിക്ക ദിവസം അത് തന്നെ രാവിലെ അവന് ഇഷ്ടമില്ലെങ്കിലും കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെയായിട്ട് സ്കൂളിൽ പോയേ. അങ്ങനെ സ്കൂളിൽ പോയി ഞാൻ തിരിച്ച് വന്ന് കുറച്ച് നേരം ഇരുന്ന് ഫോണൊക്കെ നോക്കും. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ഒരു മുട്ടയുടെ ഒരു പീസ് അവിടെ ഇരിപ്പുണ്ട്, അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മുഴുവൻ. ഒരു വിധത്തിൽ അത് എങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വിതറി ഇങ്ങനെ കൊടുക്കും. ഇപ്പം കുറച്ചുകൂടി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസം അങ്ങനെ കൊടുത്തപ്പോഴത്തേനും ആ ഒരു ഇഷ്ടം അങ്ങ് മാറി കേട്ടോ. എന്നെ സാധനം പിള്ളേർക്ക് പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ, പിന്നെ ആ ഒരു ഇഷ്ടമൊക്കെ പതുക്കെ അങ്ങ് മാറും. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് നേരെ കുറച്ച് നേരം ഫോണിൽ കുറച്ച് മെസ്സേജൊക്കെ ആരൊക്കെയോ അയച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കി. അപ്പൊ രാവിലത്തെ കുറെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരെയും സ്കൂളിലും ഓഫീസിലൊക്കെ ഇട്ട് ഇനിയിപ്പൊ ഞാന് ഗോതമ്പ് ദോശ ചുടാൻ പോവാ. ഞാൻ ഗോതമ്പ് ദോശക്ക് ഇന്നലെയും ഗോതമ്പ് ദോശയായിരുന്നു എനിക്ക്. അപ്പം അതിന്റെ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് ഗോതമ്പ് ദോശ ചുടാൻ പോവാ, അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങള് നാളെ നാട്ടിൽ പോവുക. അപ്പൊ അതിനുള്ള എല്ലാം ഇനി പാക്ക് ചെയ്ത് വെക്കണം. എല്ലാന്ന് പറയാൻ അതിന് മാത്രം സാധനമൊന്നും ഇല്ല, നമ്മളെ കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോകണം എന്നൊക്കെ, കുറച്ച് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുക. എന്നാലും കുറച്ചുള്ളതിലും എടുത്തു വെക്കണമല്ലോ എല്ലാം. അപ്പം ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റില്ല എല്ലാവരും. അപ്പം ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എനിക്ക് അതെല്ലാം ഒന്ന് എടുത്തു വെക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു.
അപ്പം ഞാൻ ഇപ്പോഴും ഇവർക്ക് ഇന്ന് ഞാൻ ടൊമാറ്റോ റൈസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. ഇതൊക്കെ കാണിക്കാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് മിച്ചം ചോറ് വന്നിട്ടുണ്ടായിരുന്നത്, കുറച്ച് ചോറ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബാക്കിയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഇനിയിപ്പം ഉച്ചയ്ക്ക് എനിക്കിത് കഴിക്കാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ ഇതിന് ഉപ്പുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പല പ്രാവശ്യം ഉപ്പുണ്ടോ എന്ന് നോക്കണമെന്നൊക്കെ ഓർത്തതാ. അപ്പം ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. അയ്യോ, അപ്പോഴത്തേനും എൻ്റെ ദോശ അവിടെ ചൂടാറായിട്ടുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ പോകുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുവാവയുടെ എൻ്റെ അനിയന്റെ വൈഫിന്റെ അനിയന്റെ കുഞ്ഞിന്റെ 28 കേട്ടോ നെയ്മിങ് സെറമണി. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ പുതുപ്പള്ളിയില് അനിയന്റെ കുഞ്ഞിന്റെ 2ാം പിറന്നാളിന്റെ സെലിബ്രേഷനും ഉണ്ട്. അപ്പൊ 2 കാര്യമുണ്ട് നമുക്ക്. അപ്പം ദോശ ചുട്ട് അപ്പം ഞങ്ങൾ ഈ 2 കാര്യങ്ങളുണ്ട് കേട്ടോ നാട്ടിൽ. അപ്പൊ 2 കാര്യത്തിനോടായിട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങളെല്ലാം പോകുന്നതിന്റെ ഒരു ഇതിലാട്ടോ. ആദ്യക്കൂട്ടാനാണേലും ഇപ്പൊ നമ്മൾ പോയിട്ട് 2 മാസമായെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യക്കൂട്ടന് ക്ലാസ് ഉണ്ട്, ഇവർക്ക് 2 പേർക്കും പോകണം, ഓഫീസും ക്ലാസ്സും ഒക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ലീവ് എടുത്ത് പോവാ. ഞാൻ ടീച്ചറിനോട് നേരത്തെ തന്നെ ആദ്യക്കൂട്ടന്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞായിരുന്നു, ഇതുപോലെ നമ്മളെ പ്രോഗ്രാം ഉണ്ട്, പോകുമെന്ന് പറഞ്ഞിട്ട് ലീവൊക്കെ നേരത്തെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നാളെ ഒരു 11 മണി ഒരു 12 മണിയൊക്കെ ആവുന്നതിന്റെ ഒരു ഇടയിലുള്ള ടൈമിൽ മുഹൂർത്തത്തിൽ ഇറങ്ങണമെന്നൊക്കെ ഓർത്തോണ്ടേ ഇരിക്കുന്നത്. പക്ഷെ അറിയത്തില്ല എത്രത്തോളം നമ്മള് ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേനും സമയം എങ്ങനെ ലേറ്റ് ആകുമോ എങ്ങനെ. എപ്പോഴും അങ്ങനെയാണല്ലോ, മോസ്റ്റ്ലി നമ്മള് പറയുന്ന സമയം കഴിഞ്ഞായിരിക്കും ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഞാനായിരിക്കും ഇതിന്റെ കാര്യം, കാരണം എനിക്ക് അന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അപ്പം എന്താണെങ്കിലും ഒരു 11-12 മണിയുടെ ഉള്ളിൽ ഇറങ്ങണമെന്നൊക്കെ ഓർത്തോണ്ടിരിക്കുക. അതാകുമ്പോ നമ്മള് ഒത്തിരി നമ്മളൊരു ഉറങ്ങുന്ന സമയമൊക്കെ ഒരു 12 മണിക്ക് ഇറങ്ങിയാൽ 12 മണി കഴിയുമ്പോൾ ചെല്ലും. അങ്ങനെയാണെന്ന് തോന്നുന്നു. 12 മണിക്കൂർ 13 മണിക്കൂർ ബ്ലോക്കൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം എന്താണ് അങ്ങനെ പോകാന്നൊക്കെ ഓർത്തോണ്ടിരിക്കും. അപ്പം നമ്മളൊരു ഉറങ്ങുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് ചെല്ലാലോ വീട്ടില് നാട്ടില്. അപ്പം അങ്ങനെ. അപ്പൊ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ ഉപ്പുണ്ടോന്ന്. എനിക്കിത് വലിയ താല്പര്യമുള്ളതല്ല, കുഴപ്പമില്ല. ഇച്ചിരി ഉപ്പ് കുറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്. അയ്യോ, അവരെങ്ങനെ കഴിക്കും ഈശ്വര. കുഴപ്പമില്ല. ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ സാധനം ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോ എപ്പോഴും ഉണ്ടല്ലോ, ടൊമാറ്റോ റൈസും ഇങ്ങനത്തെ എന്ത് റൈസ് ആണെങ്കിലും നമ്മള് അരി വേവിക്കുന്ന ടൈമിൽ തന്നെ അതായത് ആദ്യം തന്നെ മാക്സിമം ഉപ്പ് കറക്റ്റ് ആക്കാൻ നോക്കണം കേട്ടോ. കാരണം ഇനി നടക്കത്തില്ല, ഇനിയിപ്പോ ഇതിനകത്തോട്ട് ഉപ്പിടാൻ നടക്കത്തില്ല. പിന്നെ തന്നെയല്ല അവർക്ക് 2 പേർക്കും കൊടുത്തും വിട്ടു. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കഴിക്കത്തുള്ളൂ, ഇനി ഉപ്പൊന്നും ഇടുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോ എപ്പോഴും ഉപ്പ് കറക്റ്റ് നോക്കി വേണം കേട്ടോ ചെയ്യാൻ. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ കറക്റ്റ് ഉപ്പാ. കുറച്ചുകൂടെ ഉണ്ടേലും കുഴപ്പമില്ലായിരുന്നു എന്നൊരു ഇതാ എനിക്ക്. ചിലപ്പോ അവർക്ക് 2 പേർക്കും കറക്റ്റ് ആയിരിക്കും. എനിക്ക് എപ്പോഴും നല്ല ഉപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് തോന്നത്തില്ല എനിക്ക്. ഉപ്പ് കഴിക്കുന്ന അത് അഴുക്കാണ്, എന്നാലും ഞാനും എന്റെ അമ്മയൊക്കെ ഉപ്പിന്റെ ആൾക്കാരാ. അപ്പൊ ഇനി ഞാന് ദോശ ആയിട്ടുണ്ട്, ദോശ കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ പുഡിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ കുറെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് നേരെ കയറി ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് കയറി കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി എല്ലാം ഒന്ന് നമ്മുടെ ബാഗെല്ലാം ട്രോളി ബാഗ് അവിടെ എടുത്തിരിപ്പുണ്ട്. അപ്പൊ എല്ലാം എടുത്തൊന്ന് വെക്കണം. ഇനി അതിനകത്തോട്ട് മറക്കാതെ എല്ലാം എടുത്തു വെക്കണം. ഓരോന്നും ഞാൻ ഇത്ര നേരത്തെ വെച്ചില്ലെന്നുണ്ടെങ്കിലും, നേരത്തെ ഒന്നും അല്ല, നാളെ പോകണം, എന്നാലും ഇപ്പോഴേ വെച്ചാലേ എനിക്ക് ഓരോന്നും ഓർത്തോർത്ത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെന്ന് കഴിയുമ്പോ അയ്യോ അതെടുത്തില്ലല്ലോ, അയ്യോ ഇതെടുത്തില്ലല്ലോ. എനിക്ക് സ്ഥിരം ഉള്ളതാ. എത്ര ഞാൻ നേരത്തെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ എന്തേലും ഒന്ന് മറക്കും. മറന്നില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെയാ. എനിക്ക് എപ്പോഴും എല്ലാ പ്രാവശ്യം ഉള്ളതാ ഒരു മറക്കൽ, എന്തേലും ആവശ്യമുള്ള ഒരു സാധനം. എന്നെ ഇവിടുന്ന് രാവിലെ പോകുന്നതിന് മുന്നേ അച്ഛനും മോനും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് വൈകുന്നേരം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞാ പോയേക്കുന്നേ. നല്ല ബെസ്റ്റ് പാർട്ടിയോടാ പറഞ്ഞേക്കുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും അത്രയും പോലും ഓർമ്മയില്ല. അപ്പൊ ഇനി
എന്താണ് പാത്രം കഴുകിയിട്ട് എല്ലാം ഒന്ന് എടുത്തൊക്കെ അല്ല പാത്രം കഴുകിട്ട് കുളിക്കണം, കുളിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുന്നത്. ഹലോ, ഫോൺ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. ഓക്കെ, കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ 2 ദോശയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനെടുക്ക് നമ്മുടെ പിരികം, നമ്മുടെ അല്ല എൻ്റെ പിരികമൊക്കെ ഒന്ന് എടുത്തായിരുന്നു കേട്ടോ. കൊള്ളാവോ? ഞാൻ ഒന്ന് ചെറുതായിട്ട് എഴുതിയപ്പോൾ ഒരു ദിഗംബരൻ്റെ ലുക്കായ പോലെ ഉണ്ട്. എന്നാണേലും സംഭവം പിരികം എടുത്തിട്ടുണ്ട്. ഒരു പടർന്ന് കിടക്കുന്നത് മാറിയിട്ടുണ്ടല്ലോ. എഴുത്ത് വേണം ഇച്ചിരി കുറച്ചാൽ മതി, അപ്പോൾ കുറച്ച് ശരിയാകുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് ഇനി പോയിട്ട് ഞങ്ങളുടെ ട്രോളി ബാഗിനകത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോഴേ എന്താ അപ്പം ആ സ്വീറ്റ്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ സമയം തേണ്ട 1:15 ആയേ. അപ്പോൾ ഓർത്തെന്നാൽ പിന്നെ ചോറൂടെ കഴിച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി ചെയ്യാമെന്ന് ഓർത്തു. കഴിപ്പ് കഴിയുവാണെങ്കിൽ ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ എന്നോർത്ത് ചോറും കൂടെ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. കഴിച്ചിട്ട് ഇനി പോയിട്ട് അത് ചെയ്യണം. ഇപ്പം കഴിപ്പ് തന്നെ ഇപ്പം കാണിക്കുന്നതല്ലേ. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് ചെന്ന് ട്രോളി ബാഗ് എടുത്ത് കൊണ്ടുവന്ന് അതിനകത്ത് വേണ്ട സാധനം എല്ലാം പെറുക്കി വെച്ചു കേട്ടോ. അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ അതൊക്കെ എടുത്ത് വെക്കേണ്ടതെന്ന് ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഞാനിങ്ങനെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് ഏതെടുത്ത് വെക്കണം, അതായത് അപ്പുറത്തെ റൂമിൽ ആദ്യകൊണ്ട സാധനം അവിടുന്ന് എടുത്തുകൊണ്ട് വരണം, ഇപ്പുറത്തെ എൻ്റെ ഉണ്ട്, ഇത് ഈ ഒരു ബാഗ് ഒതുങ്ങുമോ, അങ്ങനെ പല ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എല്ലാം സാധനം കൂടെ ഞങ്ങളുടെ 3 പേരുടെ സാധനം ഈ ഒരു ബാഗിൽ തന്നെ ഒതുക്കി കേട്ടോ. അതിനുള്ള കുറച്ച് സാധനം മാത്രം ഇപ്രാവശ്യം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നുള്ളേ. ചുമ്മാ വലിച്ചു വരെ എടുക്കേണ്ട കാര്യമില്ല, 1-2 ദിവസം നിൽക്കാൻ. പക്ഷെ എനിക്ക് സാധനം നിറച്ചും കയ്യിലില്ലേ ഭയങ്കര ഒരു ഇനി ആവശ്യം വരുമോ എന്നൊരു ടെൻഷനാണ്. എന്നാലും ഇപ്രാവശ്യം ഞാൻ അധികം എടുത്തില്ല. പിന്നെ നാട്ടിലും ഞാൻ കുറച്ചൊക്കെ ഡ്രസ്സൊക്കെ വെച്ചിട്ടായിരുന്നു വന്നത്. അപ്പം നോക്കി കുറച്ച് സാധനമൊക്കെ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഇതേടെ ആദിക്കുട്ടനെ വിളിച്ചുകൊണ്ട് പോയി വന്നു. പിന്നെ ആദിക്കുട്ടന് പാസ്ത ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പാസ്തയൊക്കെ വേവാൻ വെച്ചു. എന്നിട്ട് കേട്ടോ ആദിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ല ഒരു ക്രീമി ചീസി പാസ്ത, അത് തന്നെ കേട്ടോ ഇന്നും ഉണ്ടാക്കി ആദിക്കുട്ടന് വൈകിട്ട് കൊടുത്തേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.